ഹായ് മക്കളെ, അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊന്നും ചെയ്യാത്ത അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്ന് 6ാം ക്ലാസ് ഹിന്ദിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള സിങ്കിടി മച്ചിലി സൂഖി ക്യൂനഹി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ, അതായത് ആ ലോകകഥയുടെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതിനുശേഷം നമ്മൾ ഈ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് കാണുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ആക്ടിവിറ്റീസ് നോക്കാം അല്ലേ. അപ്പോൾ പാഠത്തിലെ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബച്ച പടാ പടാ ക്യോ രോത്താ രഹതാ, കുട്ടി കിടന്നുകൊണ്ട് എന്തിനാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഷായദ് ബച്ച ബൂക്കാ ഹോക, ചിലപ്പോൾ കുട്ടി എന്തായിരിക്കും, വിശന്നിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഉസ്കി ഭൂക്ക് മിട്ടാനെ കെ ലിയെ മാ പാസ് നെഹി ഹേ, അതായത് അതിൻ്റെ വിശപ്പ് അകറ്റാനായിട്ട്, അതിൻ്റെ വിശപ്പ് മാറ്റാനായിട്ട് അതിൻ്റെ അമ്മ എന്തില്ല, അതിൻ്റെ അടുത്തില്ല. ഓക്കെ, ഇസ്ലിയെ ബച്ച രോത്താ രഹത്താ ഹോക, അതുകൊണ്ടായിരിക്കും കുട്ടി എന്ത് ചെയ്യുന്നത്, കരയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സൈഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മച്ലിയ അബീബി സൂഖി നഹി തീ ക്യോം, അതായത് മീനുകൾ വൈകുന്നേരം ബൂഢി അമ്മ, അതായത് പ്രായമായ വൃദ്ധയായ അമ്മ എടുക്കാൻ പോകുന്ന സമയത്തും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? മച്ലിയോക്കോ സുഖാനെ കെ ലിയെ പര്യാപ്ത് ധൂപ് ഹോനി ചാഹിയേ, അതായത് എന്താണ്, മീനൊക്കെ ഉണങ്ങണമെങ്കിൽ എന്ത് വേണം, ആവശ്യത്തിനുള്ള വെയിൽ ലഭിക്കണം അല്ലേ. യഹ ഷായദ് പര്യാപ്ത് ധൂപ് നഹി മിലി ഹോഗി, അതായത് ഇവിടെ എന്തായിരിക്കും, ചിലപ്പോൾ ആവശ്യത്തിനുള്ള വെയിൽ ലഭിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ മീൻ ഉണങ്ങാത്തത് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം, മുജ്സെ ക്യോ പൂച്ച്തി ഹോ ഖാസ് സെ പൂച്ചോ ആപ് ഇസ്സെ സെഹമത് ഹേ ക്യോ, അതായത് എന്താണ്, മീനിനോട് നീ എന്താ ഉണങ്ങാത്തേ എന്ന് ചോദിച്ച സമയത്ത് മീൻ പറഞ്ഞതാണിത് അല്ലേ. എന്തിനാ എന്നോട് ചോദിക്കുന്നത്, ആരോടാ ചോദിക്കേണ്ടത്, പോയിട്ട് ഘാസിനോട്, ആ വളർന്നു നിൽക്കുന്ന ചെടികളോട്, സസ്യങ്ങളോട് ചോദിക്കൂ എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, ഇനി യോജിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മേ ഇസ്സെ സെഹമത് ഹൂ, ഓക്കെ, ഞാൻ ഇതിനോട് യോജിക്കുന്നു. ഓക്കെ, അതിനെന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലംബി ഘാസ് കി ഛായ പഡ്നെ സെ മച്ലിയോ കോ സൂഖ്നെ കി പര്യാപ്ത് ധൂപ് നഹി മിലി, അതായത് എന്താണ്, ഞാൻ ഇതിനോട് യോജിക്കുന്നു, എന്താ ഈ ചെടികളൊക്കെ നല്ല നീളത്തിൽ വളർന്നുകൊണ്ട്, നല്ല ഹൈറ്റിൽ വളർന്നുകൊണ്ട് തന്നെ അതിൻ്റെ നിഴലിലായിരുന്ന മീനിന് ഉണങ്ങാനായിട്ട് എന്ത് ലഭിച്ചിട്ടില്ല, ധൂപ്, വെയിൽ ലഭിച്ചിട്ടില്ല. ഓക്കെ, ഇസ്ലിയെ മച്ചലിയ എസ്സെ കഹ, അപ്പോൾ അതുകൊണ്ടാണ് മച്ചലി എന്ത് ചെയ്തത്, ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനോട് യോജിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി നാലാമത്തെ സൈഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബച്ച്ഡേക്കോ ക്യോ നഹി ചോടാ, ആ പശുക്കിടാവിനെ എന്തുകൊണ്ടാണ് അഴിച്ചു വിടാഞ്ഞത്. ഇസ് പർ ആപ്കാ വിചാർ ക്യാ ഹേ, അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ്, ഘാസ് ഖാനെ കെ ലിയെ ബച്ച്ഡേക്ക് രസ്സി ഖോൽനി ചാഹിയെ, അതായത് പശുക്കിടാവിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ചെടികളൊക്കെ കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പശുവിനെ ആ കെട്ട് അഴിച്ചു വിടണം അല്ലേ, പശുവിൻ്റെ കെട്ട്, അത് ആ കയറഴിച്ചു വിടണം. ഓക്കെ, ബച്ച പടാ പടാ റോനെ കി കാരൺ ഓറത്ത് നെ ബച്ച്ഡേ കി രസ്സി ഖോൽ നഹി പായി, അതായത് കുട്ടി കിടന്ന് കരയുന്നത് കാരണം ആ സ്ത്രീക്ക്, അതായത് മച്ചുവാരിന്, ഓക്കെ, ആ മീൻ പിടിക്കുന്ന ആളുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ പശുക്കിടാവിൻ്റെ കെട്ടയച്ചു വിടാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. അതുകൊണ്ടല്ലേ പശുക്കിടാവ് അത് കഴിക്കാതിരുന്നത്, അപ്പോൾ അതുകൊണ്ടാണല്ലോ മീൻ ഉണങ്ങാതിരുന്നതും. അപ്പോൾ ഇതിനൊക്കെ കാരണം ആരാണ്, ആ കുട്ടി കരഞ്ഞതാണ്. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റീസിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത് ലിഖേ ബൂഢി അമ്മ കിൻ കിൻസെ മിലി, അതായത് എഴുതുക. നിങ്ങൾ എന്താ എഴുതേണ്ടത്, ബൂഢി അമ്മ, ആ വൃദ്ധയായ അമ്മ ആരെയൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെയൊക്കെയാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ബൂഢി അമ്മ നേരെ ആരെടുത്താണ് പോയത്, മച്ഛലി അല്ലേ. അപ്പോൾ ആദ്യം പോയത് മച്ഛലീൻ്റെ അടുത്താണ്, മീനിൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പോൾ മച്ഛലി ആരുടെ പേരാണ് പറഞ്ഞു കൊടുത്തത്, ഘാസിൻ്റെ അല്ലേ. അപ്പോൾ രണ്ടാമതായിട്ട് ബൂഢിയമ്മ ആരുടെ അടുത്തൊക്കെ പോയത്, ഘാസിൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ
ഖാസ് പറഞ്ഞു, ഞാനല്ല, എന്നെ ആരാ കഴിക്കാതിരുന്നത്? ബച്ച്ഡ അല്ലേ. അപ്പോൾ ബച്ച്ഡ പശുക്കുട്ടി എന്നെ കഴിക്കാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ബൂടിയമ്മ എങ്ങോട്ട് പോയി? ബച്ച്ഡേൻ്റെ അടുത്തേക്ക് പോയി. ഓക്കെ, അപ്പോൾ മൂന്നാമത് ആരാണ്? ബച്ച്ഡ. അങ്ങനെ ബച്ച്ഡേൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ബച്ച്ഡ പറഞ്ഞു, എൻ്റെ കഴുത്തിലെ കെട്ട് അല്ലെങ്കിൽ എൻ്റെ കയറ് ആരഴിച്ചു വിട്ടില്ല? ഓരത്ത് അഴിച്ചു വിട്ടില്ല, സ്ത്രീ അഴിച്ചു വിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടുന്ന് ബൂടി അമ്മ എങ്ങോട്ടേക്കാണ് പോയത്? മച്ചുവാരിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഓരത്തിൻ്റെ അടുത്തേക്കാണ് പോയത്. ഓക്കെ, അപ്പോൾ ആ ഓരത്തിനോട് കാര്യം ചോദിച്ചപ്പോൾ ഓരത്ത് എന്താ പറഞ്ഞത്? കുട്ടി കിടന്ന് കരയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാതിരുന്നത്? പശുവിനെ അഴിച്ചു വിടാതിരുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബൂടിയമ്മ അടുത്തത് ആരുടെ അടുത്തേക്കാണ് പോയത്? ബച്ച, കുട്ടിയുടെ അടുത്തേക്കാണ് പോയത്. ഓക്കെ, അവിടുന്ന് കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് നീ കരഞ്ഞത് എന്നല്ലേ. അപ്പോൾ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ ഉറുമ്പ് കടിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? കരഞ്ഞതെന്ന് അല്ലേ. അപ്പോൾ അതിനുശേഷം ആരുടെ അടുത്തേക്കാണ് ബൂടിയമ്മ പോയത്? ചീട്ടി അല്ലേ, ഉറുമ്പ്, ചീട്ടി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ബൂടിയമ്മ പോയത് ആരുടെ അടുത്താണ്? ചീട്ടീൻ്റെ അടുത്ത്, ഉറുമ്പിൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് രംഗതേ. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ നിറം കൊടുക്കുക. ഓക്കെ, ഉചിത് സംവാദ് സെ ജോഡേ, അതായത് കൃത്യമായിട്ടുള്ള ആ ഒരു ഡയലോഗിനടുത്തേക്ക് അല്ലെങ്കിൽ സംഭാഷണത്തിലേക്ക് യോജിപ്പിക്കാം. ഓക്കെ, ഒന്നാമത്തേത്, ജബ് ബച്ചേനെ रोना ही बंद नहीं किया तो मैं बच्चे को कैसे छोड़ती. അതായത് എന്താണ്? ഈ കുട്ടി കരച്ചിൽ നിർത്തുകയേ ചെയ്യാതിരുന്നപ്പോൾ എങ്ങനെയാണ് ഞാൻ പശുക്കിടാവിനെ അഴിച്ചു വിടുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഡയലോഗ് ആരുടേതാണ്? ഈ സംഭാഷണം ആരുടേതാണ്? മച്ചുവാരിൻ അല്ലേ. അപ്പോൾ ഈ ഒരു സംഭാഷണം നമ്മൾ ഇതിലേക്ക് യോജിപ്പിക്കണം? മച്ചുവാരിനിലേക്ക് യോജിപ്പിക്കണം, അതായത് ആ മുക്കുവ സ്ത്രീ പറഞ്ഞിടത്തേക്ക് യോജിപ്പിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡയലോഗ് എന്ന് പറയുന്നത് എന്താണ്? ബച്ച്ഡേനെ മുझे नहीं खाया तो मैं क्या करूँ. അതായത് പശുക്കിടാവ് എന്നെ കഴിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ കഴിക്കാതിരുന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അത് പറഞ്ഞത് ആരാണ്? ഖാസാണ് അല്ലേ. അപ്പോൾ അത് നേരെ താഴേക്ക് യോജിപ്പിച്ചാൽ മതി. ഓക്കെ, ഇനി മൂന്നാമത്തേതോ, ഗർ കി ഔരത് നെ മേരി റസ്സി നഹി ഖോലി തോ മേ ക്യാ കരൂ. അതായത് വീട്ടിലെ സ്ത്രീ എൻ്റെ കെട്ട് അഴിച്ചു വിടാതിരുന്നാൽ ഞാൻ എന്താണ് ചെയ്യുക? അപ്പോൾ അതാര് പറഞ്ഞതാണ്? അത് ബച്ച്ഡ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അത് ബച്ച്ഡയിലേക്ക് യോജിപ്പിക്കുക. ഇനി നെക്സ്റ്റ് നാലാമത്തേത്, മുझे ചീട്ടീനെ കാട്ടാ താ തോ മേ ക്യാ കരൂ. എന്നെ ഉറുമ്പ് കടിച്ചിരുന്നു, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? അപ്പോൾ ഉറുമ്പ് കടിച്ചത് ആരെയാണ്? കുട്ടീനെയാണ് അല്ലേ. അപ്പോൾ അത് കുട്ടിയിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. ഇനി ലാസ്റ്റ് വൺ എന്താണ്? തും ചടായിക്കോ ലപ്പേട്ട് ലോ ഓർ മുझे ജാനേ ദോ. അപ്പോൾ എന്താണ്? ആ പായ എടുത്ത് മാറ്റി വെക്കൂ, എന്നാൽ ഞാൻ ഇതിലൂടെ പോകാം, അല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? ഉറുമ്പ് അല്ലേ. അപ്പോൾ ലാസ്റ്റത്തേത് ഉറുമ്പിൻ്റെ ഡയലോഗാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് നീച്ചെ ദേയി ഗയേ വാക്യ പെർ ധ്യാൻ ദേ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ബൂഢി അമ്മ മച്ഛലിയോക്കോ സുഖാ രഹി ഥി. അതായത് വൃദ്ധയായ അമ്മ മീനുകൾ എന്ത് ചെയ്യായിരുന്നു? ഉണക്കുകയായിരുന്നു. ഓക്കെ, പാഠഭാഗ് സെ ഐസെ വാക്യ ചുൻകർ ലിഖിയ. അപ്പോൾ പാഠഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള വാക്യങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമതായിട്ട് എന്ത് എഴുതാം? വഹ് ഏക് ഹാത്ത് സെ ബച്ചേക്കോ സഹ്ലാ രഹി ഥി. അതായത് ബൂഢി അമ്മ ഒരു കൈ കൊണ്ട് കുട്ടിയെ എന്ത് ചെയ്യായിരുന്നു? ഇങ്ങനെ തട്ടിത്തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി അതിൻ്റെ രണ്ടാമതായിട്ട് നമുക്ക് എന്ത് എഴുതാം? ദൂസരേ ഹാത്ത് സെ കൗവോക്കോ പഖാ രഹി ഥി. അതായത് എന്താണ്? മറ്റേ കൈ കൊണ്ട് കാക്കകളെയൊക്കെ എന്ത് ചെയ്യായിരുന്നു? തുരത്തുകയായിരുന്നു. ഓക്കെ, അപ്പം മൂന്നാമതായിട്ട് നമുക്ക് എന്ത് എഴുതാം? ബച്ച പടാ പടാ റോ രഹാ ഥാ. കുട്ടി കിടന്നുകൊണ്ട് എന്ത് ചെയ്യായിരുന്നു? കരയുകയായിരുന്നു അല്ലേ. അപ്പോൾ കുട്ടി കിടന്ന് കരയുന്നത് കൊണ്ടാണ് കുട്ടിയെ അമ്മ, അതായത് ബൂഢി അമ്മ ആശ്വസിപ്പിച്ചത്. അതേപോലെ ഈ ഒരു കൈ കൊണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ കൈ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കാക്കയെ ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 എക്സാമ്പിളുകൾ എഴുതി വെക്കാം. ഓക്കെ, ऐसे അധിക വാക്യ ബനായ. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോലെ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് അടുത്ത് എഴുതിയത്, അതേപോലെ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളുകൾ പോലെ വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മച്ചുവാര ആ രഹാ ഹേ. അപ്പോൾ മച്ചുവാര ആ രഹാ ഹേ എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതി? മച്ചുവാര ആ രഹാ ഥ എന്ന് മാറ്റി എഴുതി. ഓക്കെ,
മച്വാരിൻ ആ രഹി ഹേ എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതി? മച്വാരിൻ ആ രഹി ധി. ഓക്കെ, ഇനി ബച്ഡ ഖാ രഹ ഹേ. അപ്പോൾ ഖാ രഹ ഹേ എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതും? ബച്ഡ ഖാ രഹ ഥ. ഓക്കെ, ബൂഢി അമ്മ ബാറ്റ് രഹി ഹേ. അപ്പോൾ അതിങ്ങനെ മാറ്റി എഴുതും? ബൂഢി അമ്മ ബാറ്റ് രഹി ഥി. ചീട്ടി ചൽ രഹി ഹേ. അപ്പോൾ അതെങ്ങനെ മാറ്റി എഴുതും? ചീട്ടി ചൽ രഹി ഥി. കൗവ ഭാഗ് രഹ ഹേ. അപ്പം എന്താണ്? കൗവ ഭാഗ് രഹ ഥ എന്ന് മാറ്റി എഴുതും. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ശബ്ദ ഢൂണ്ഡേ ലിഖേ. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു അക്ഷരങ്ങളുടെ ഇതിനകത്ത് നിന്ന് നമ്മുടെ ഈ പാഠത്തിലെ വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് തന്നെ നോക്കുമ്പോൾ താഴോട്ടേക്ക് ഖാസ് ഉണ്ട് അല്ലേ. പിന്നെ ഉള്ളത് ചടായി. ഞാൻ ഓരോന്നും മാർക്ക് ചെയ്യുന്നുണ്ടേ, അപ്പോൾ അത് നിങ്ങൾ നോക്കി എഴുതി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് തൊട്ടടുത്ത ലൈനിൽ ചടായിൻ്റെ തൊട്ട് താഴെയായിട്ട് സമുദ്രം കിട്ടും. പിന്നെ ചടായി കഴിഞ്ഞ പാട് താഴോട്ടേക്ക് മച്ചുവാര കിട്ടുന്നുണ്ട്. ദെൻ നമുക്ക് വരാമത, മച്ചുവാരാൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് വരാമത. ദെൻ ബാസാർ കിട്ടും താഴേക്ക്. പിന്നെ സീഗഡി, ബാസാറിൻ്റെ തൊട്ടിപ്പുറത്ത് താഴേക്കുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് രസ്സി, അതും താഴോട്ടേക്കാണ്. പിന്നെ മച്ചുവാരിൻ, മച്ചുവാരിൻ ഈ സീഗഡീൻ്റെ താഴെ നമുക്ക് കിട്ടും, നേരെയാണ്. ദെൻ ബൂഢി, രസ്സീൻ്റെ തൊട്ടിപ്പുറം കിട്ടുന്നുണ്ട്. ദെൻ ഏറ്റവും ലാസ്റ്റ് ചീട്ടി താഴോട്ടേക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ജാല് ചീട്ടീൻ്റെ തൊട്ട് മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ലൈനിൽ അത്രയും മാത്രമേ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇനിയും തപ്പിയാൽ ചിലപ്പോൾ വേർഡ്സ് കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറെ കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സംശയ ചുൻകർ ലിഖേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് മച്ചുവാര. അപ്പോൾ മച്ചുവാര മീൻ വിൽക്കുന്ന അല്ലെങ്കിൽ മീൻ പിടിക്കുന്ന ആൾ. ഓക്കെ, അപ്പോൾ അയാളുടെ വൈഫ്, അയാളുടെ ഭാര്യയെ നമ്മൾ എന്താ പറയുന്നത്? മച്ചുവാരിൻ. ഓക്കെ, ഇനി രണ്ടാമത്തേത് പതി. ഓക്കെ, അപ്പോൾ ഭർത്താവ്, ഭാര്യയെ എന്താ പറയുക? പത്നി. ഓക്കെ, ബച്ച, ബച്ച ആൺകുട്ടി. ഓക്കെ, അപ്പോൾ പെൺകുട്ടിക്ക് എന്താ പറയുക? ബച്ചി. ഓക്കെ, ദെൻ ബൂഢ, വൃദ്ധൻ. ഓക്കെ, അപ്പോൾ വൃദ്ധയെ എന്താ പറയുക? ബൂഢി. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് എടുത്ത് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളോട് ചിത്ര കഹാനി ബനായ, അപ്പോൾ ചിത്രം നോക്കിക്കൊണ്ട് ഒരു കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ട സൂചന താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് ജൽത്ത സൂരജ്, അതായത് ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ. ഓക്കെ, ദെൻ തൊട്ടപ്പുറത്ത് എന്താ തന്നിനി? മുർജായ ഫുൽ, അതായത് വാടിയൊരു പൂവ്. ഓക്കെ, ദെൻ ഉദേക്കോ സീഞ്ചന, അതായത് എന്താണ്? ചെടിക്ക് വെള്ളം നനയ്ക്കുന്നു. ഓക്കെ, ഖിലാ ഹുവ ഫുൽ, അതായത് വിരിഞ്ഞു നിൽക്കുന്ന പൂവ്. ദെൻ ലാസ്റ്റ് വൺ ലടുക്കിക്ക് ഖുഷി, ലടുക്കി ഹാപ്പിയായി. അപ്പം നമ്മളിത് എന്താണ്? ചെറിയ വാക്കുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിനെ ആദ്യം നമ്മൾ എന്താക്കി മാറ്റണം? സെൻറ്റൻസുകളാക്കി, വാക്യമാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ വാക്യമാക്കിക്കൊണ്ട് ഇതൊരു കഥയാക്കി മാറ്റാം, അതായത് ചിത്രത്തിൽ നിന്നുണ്ടാക്കുന്നൊരു സ്റ്റോറിയാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേന് നമുക്ക് എങ്ങനെ എഴുതാം? എക് ദിൻ സൂരജ് ഇത്ന തേസ് ജൽ രഹാ ഥ, അതായത് ഒരു ദിവസം സൂര്യൻ വളരെ ശക്തിയിൽ, അതായത് സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂട് വളരെ കൂടുതലായിരുന്നു, അല്ലെങ്കിൽ വളരെ ചൂടുള്ളൊരു ദിവസം. ഓക്കെ, ഇനി രണ്ടാമത്തേന് നമുക്ക് എങ്ങനെ എഴുതാം? സൂരജ് കെ ഇത്നി കഠിന ധൂപ് കെ കാരൺ ഫൂൽ മുർജാ ഗയ, അതായത് എന്താണ്? സൂര്യൻ്റെ ഇത്രയും കഠിനമായിട്ടുള്ള ചൂട് കാരണം എന്താണ്? പൂവ് എന്തായിപ്പോയി? വാടിപ്പോയി. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? എക് ലഡ്കി മുർജായ ഫൂൽ കോ ദേഖ് കെ പൗധേ കോ സീഞ്ച, അതായത് എന്താണ്? അപ്പോൾ ആ വാടിയ പൂവ് കണ്ടപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തു? ആ ചെടിക്ക് വെള്ളം നനച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചിത്രത്തിന് എന്താ എഴുതാൻ പറ്റുക? പാനി മിൽത്തി ഹി ഫൂൽ ഫിർ ഖിൽ ഗയി, അതായത് വെള്ളം ലഭിച്ച ഉടനെ തന്നെ പൂവ് വീണ്ടും എന്ത് ചെയ്തു? വിടർന്ന് നിന്നു. ലാസ്റ്റത്തെ നമുക്ക് എങ്ങനെ എഴുതാം? ഫൂൽ ദേഖ് കർ ലഡ്കി ഖുഷ് ഹോ ഗയി, അപ്പോൾ എന്താണ്? അപ്പോൾ വിരിഞ്ഞ പൂവ്, അതായത് വാടിയ പൂവ് വീണ്ടും നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ കുട്ടിക്ക് എന്തായി? സന്തോഷമായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചിത്രകഥ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു തന്നിരിക്കുന്ന പിക്ചർ അനലൈസ് ചെയ്ത് ആ പിക്ചറിൽ നിന്ന് കിട്ടേണ്ട, അതായത് പിക്ചറിൽ വേണ്ട പ്രധാനപ്പെട്ട അതിൻ്റെ ഹിൻറ്റ് തന്നിട്ടുണ്ടാവും. ആ ഹിൻറ്റിന് നമ്മൾ എന്താക്കി മാറ്റണം? സെൻറ്റൻസ്, വാക്യങ്ങളാക്കി മാറ്റണം.
ഓക്കെ, അപ്പോൾ വാക്യങ്ങളാക്കി മാറ്റിയിട്ടാണ് ചിത്രകഹാനി എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് പോസ്റ്റർ ബനായേ, പോസ്റ്റർ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് കച്ചറ മുക്ത കേരൾ, അതായത് എന്താണ് വേസ്റ്റിൽ നിന്ന് മുക്തമായിട്ടുള്ള കേരളം. ഓക്കെ, ഇനി അതിൻ്റെ താഴെ അതിനൊരു സ്ലോഗനും കൂടി തന്നിട്ടുണ്ട്. യഹ് ധർത്തി ഹമാരി ഹി നഹി, അതായത് ഈ ഭൂമി നമ്മളുടേത് മാത്രമല്ല, ആനെ വാലി പീഡിയോ കി ഭി ഹേ, അതായത് വരാൻ പോകുന്ന തലമുറയുടേതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം? പോസ്റ്ററിൽ അത്യാവശ്യം നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിട്ടുള്ളതാകുമ്പോൾ കേരളത്തിൻ്റെ ബ്യൂട്ടി, സൗന്ദര്യവും അതായത് വേസ്റ്റൊന്നും ഇല്ലാത്ത അവസ്ഥയും ഒക്കെ ഉള്ള ഒരു നല്ല ചിത്രത്തോടു കൂടി വേണം, അല്ലെങ്കിൽ നല്ല ഭംഗിയോടു കൂടി വേണം നമ്മൾ പോസ്റ്റർ ചെയ്യാൻ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു വേർഡ്സ് അല്ലെങ്കിൽ നമുക്കൊരു സെൻറ്റൻസ് അതിൽ എഴുതി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ സ്വച്ഛത ഹി സ്വാസ്ഥി ഹേ, അതായത് എന്താണ് നമ്മൾ ക്ലെൻലിനെസ് ആണ് നമ്മളുടെ ആരോഗ്യം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പാർട്ട് ഞാൻ എഴുതി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിത്രമൊക്കെ വരച്ച് നിങ്ങൾ അത് നല്ല മനോഹരമാക്കി മാറ്റുക. ഓക്കെ, നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് നേരത്തെ ചെയ്ത പോസ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ധർത്തി കോ ബച്ചാനെ കെ ലിയെ ഹം ക്യാ ക്യാ കർ സക്തേ ഹൈ, അതായത് ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക. പങ്ക്തിയോ കി സൂചി തയ്യാർ കറേ, അതായത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു പോയിൻറ്റ്സ്, അതായത് ചെറിയ ചെറിയ പോയിൻറ്റുകൾ നിർമ്മിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗർമേ വീട്ടിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രകൃതി സംരക്ഷണത്തെ അല്ലെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക? അതിലൊന്നാമതായിട്ട് ഗീലെ ഓർ സൂഖേ കച്ചറേക്കോ അലക്കർണ, അതായത് നനഞ്ഞതും അതേപോലെ ഉണങ്ങിയതുമായിട്ടുള്ള വേസ്റ്റുകൾ, 2 ടൈപ്പ് ഓഫ് വേസ്റ്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, റസോയിക്ക് ഗീലെ കച്ചറേസെ ഖാദ് ബനാന, അതായത് എന്താണ് നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളൊക്കെ നിർമ്മിക്കാം. ഓക്കെ, ദെൻ പ്ലാസ്റ്റിക് ബാഗ് की जगह कपड़े के बैग और बैग का उपयोग, അതായത് എന്താണ് പ്ലാസ്റ്റിക് ബാഗിൻ്റെ സ്ഥലത്ത്, അതായത് പ്ലാസ്റ്റിക് ബാഗിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? തുണിസഞ്ചികളോ പേപ്പർ സഞ്ചികളോ ഒക്കെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ദെൻ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? കച്ചറ ഡിബ്ബേക്ക സഹി ഉപयोग करना, അതായത് എന്താണ് വേസ്റ്റ് ബിന്നിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസേജ്. ദെൻ ബച്ചോക്കോ പര്യാവരൺ ശിക്ഷാ ദേന, അതായത് കുട്ടികളെ എന്ത് പഠിപ്പിക്കുക? അതായത് എന്താണ് പ്രകൃതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. ഓക്കെ, ദെൻ സമൂഹത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? പേഡ് ലഗാന ഓർ ഹരിയാലി ബഡാന, അതായത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, പച്ചപ്പ് നിറയ്ക്കാം. ഓക്കെ, ദെൻ റീസൈക്കിൾ കേന്ദ്ര ഖോൽന, അതായത് റീസൈക്ലിംഗ് സെൻറ്റേഴ്സൊക്കെ തുടങ്ങുക, അതായത് പ്ലാസ്റ്റിക് ഒക്കെ റീസൈക്ലിംഗ് ചെയ്യുന്ന സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.